കണ്ണൂരിൽ BLO ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ നിലപാട് തള്ളി അനീഷ് ജോർജിന്റെ ബന്ധുക്കൾ. അനീഷിന് ജോലി സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന കളക്ടറുടെ വാദം സഹോദരി ഭർത്താവ് തള്ളി. ഉദ്യോഗസ്ഥൻ എന്ന പരിമിതിയിലാകും കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. അനീഷ് ജോർജിന്റെ മൃതദേഹം സംസ്കരിച്ചു. പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ വീടിന്റെ 2ാം നിലയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ അനീഷ് ജോർജ് ജോലിയുമായി ബന്ധപ്പെട്ട് കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായാണ് കുടുംബം വെളിപ്പെടുത്തിയത്. SIRുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് യാതൊരു സമ്മർദ്ദവും അനീഷിന് ഉണ്ടായിരുന്നില്ലെന്ന ജില്ലാ കളക്ടർ അരുൺ K. വിജയന്റെ വാദം അനീഷിന്റെ കുടുംബം പൂർണ്ണമായി തള്ളി. കളക്ടറേറ്റിൽ നിന്നും നിരന്തരം ഫോൺ വിളിച്ച് അനീഷിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നതായി അനീഷിന്റെ സഹോദരി ഭർത്താവ് പറഞ്ഞു. ജോലി സമ്മർദ്ദം, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നു, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നു. അപ്പം എല്ലാ വശത്തുനിന്നുള്ള സമ്മർദ്ദം ആയതുകൊണ്ട് അദ്ദേഹത്തിന് ലാസ്റ്റ് ഒരു പിടുത്തം കിട്ടാതെ വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും അനീഷ് സമ്മർദ്ദം നേരിട്ടിരുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ സമയം കിട്ടാത്ത തരത്തിൽ ജോലിഭാരം നേരിട്ടിരുന്നതായും കുടുംബം പറഞ്ഞു. അനീഷിന്റെ മരണത്തിൽ ഉത്തരവാദിത്തം CPMന്റെ തലയിലിടാനാണ് പ്രതിപക്ഷ നേതാവിന്റെ ശ്രമമെന്ന് KK രാഗേഷ് പറഞ്ഞു. അത് പ്രതിപക്ഷ നേതാവ് എല്ലാ ഘട്ടത്തിലും ചെയ്യുന്നത് പോലെ BJPയെ സഹായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ എല്ലാ ഘട്ടത്തിലെയും അജണ്ടയാണ്. BJP പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സഹായ ഹസ്തവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നത് വളരെ വ്യക്തമല്ലേ. എന്യൂമറേഷൻ ജോലിക്ക് കോൺഗ്രസ് അനുഭാവിയായ ബൂത്ത് ഏജന്റിനെ കൂടെ കൂട്ടിയതിൽ പ്രദേശത്തെ CPM നേതൃത്വം അനീഷിനെ ഭീഷണിപ്പെടുത്തിയതായി കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നുണ്ട്. ഇതിന്റെ ഡിജിറ്റൽ തെളിവ് പക്കലുണ്ടെന്നും DCC നേതൃത്വം വ്യക്തമാക്കി. അനീഷിന്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം പള്ളിമുക്ക് ലൂർദ് മാതാ ചർച്ചിൽ സംസ്കരിച്ചു. രാഷ്ട്രീയ നേതാക്കന്മാരടക്കമുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 കണ്ണൂർ.